ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സേലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നിങ്ങളെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ഇനി നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്കറിയാം നമ്മളിപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് എത്തുമ്പോൾ നിങ്ങളാണ് സ്കൂളിലെ ടോപ്പർ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഇപ്പോഴേ കാണുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൽ ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ആംഗിൾ തന്നെയാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾ. അപ്പൊ പാരലൽ ലൈൻസിലെ ഓൾട്ടർനേറ്റീവ് ആംഗിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള കുറെ ആംഗിൾ നമ്മൾ പഠിക്കണം. ഓക്കെ, പഠിച്ച കാര്യങ്ങളും ആയിരിക്കും. അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റീവ് ആംഗിൾ, കോ ഇന്റീരിയർ ആംഗിൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾ, ഇത്തരത്തിലുള്ള 4 ആംഗിൾ ആണ് ഈ ഒരു ചാപ്റ്ററിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾ. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ജസ്റ്റ് നമ്മളെ ബോർഡിൽ ഇപ്പൊ കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എനിക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഇത് ഇവിടെ കാണുന്ന ആംഗിൾ ആണ് കേട്ടോ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് തരാം. ഈ ആംഗിൾ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് എത്ര വരും എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. അപ്പൊ ഞാൻ പറയുന്നതിന് മുൻപേ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവിടെ 2 പാരലൽ ലൈൻസിനെ നിങ്ങൾക്ക് കാണാം അല്ലെ. എൻ എന്ന് എഴുതിയ പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഇത് നോക്കടാ, എന്നിന്റെ ആ 2 കാലുകൾ കണ്ടോ, അത് പാരലൽ ആണ് അല്ലെ. അപ്പൊ പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇന്റർസെക്ട് ചെയ്യാണ്, മുറിച്ച് കടക്കുന്നുണ്ട്. സോ അവിടെ അങ്ങനെ ഒരു ലൈൻ മുറിച്ച് കടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ് നമുക്ക് ഇവിടെ കിട്ടാനുള്ള ആംഗിൾ. മറുകോണുകൾ അല്ലെ, ഈ ഒരു ലൈനിന്റെ മറുഭാഗങ്ങളിലായിട്ട് കാണുന്ന ആംഗിൾ ആണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് അല്ലെ. അപ്പൊ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഈക്വൽ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ എത്ര തന്നെയായിരിക്കും, 55 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇവിടെ 55 ആണെങ്കിൽ നേരെ ഓൾട്ടർനേറ്റ് ആയിട്ട് കിടക്കുന്ന ആംഗിളും 55 ഡിഗ്രി ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മളെ ബോർഡിൽ കാണുന്ന ഈ ഒരു ചോദ്യം. എം എന്ന് എഴുതിയ പോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ. എം എന്ന് എഴുതിയതിലും നമുക്ക് പാരലൽ ലൈൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. എവിടെയാടാ പാരലൽ ലൈൻസ്? ഇവിടെ ആകെ ടോട്ടൽ ഒരു എം എഴുതിയിട്ടുണ്ട്. ആ എമ്മിനെ നടുവിലൂടെ ഒരു ലൈൻ കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കട്ട് ചെയ്യുന്ന ലൈനും ഈ ലൈനും ആദ്യത്തെ ലൈനും എന്താണ്, പാരലൽ ആണ്. സോ ഈ 2 പാരലൽ ലൈനിനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റീവ് ആംഗിൾ ആണ് ഈ 30 കണ്ടോ. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഈക്വൽ. പക്ഷെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്, ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. എത്രയായിരിക്കും? യെസ്, നമുക്ക് പറയാം. ഇവിടെ നടുവിൽ വരച്ച ഈ ഒരു ലൈനും എമ്മിന്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഈ ലൈനും പാരലൽ ആണ്, സമാന്തരമാണ്. സോ ഈ പാരലൽ ലൈനിനെ മറ്റൊരു ലൈൻ ഇങ്ങനെ മുറിച്ച് കടക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലേടാ ഇവര് 2 പേരും അല്ലെ. മറുഭാഗങ്ങളിലുള്ള മറുകോണുകളാണ് ഈ 40 നമ്മൾ കണ്ടുപിടിക്കാനുള്ള ആംഗിളും. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ എന്തായിരിക്കും? യെസ്, 40 തന്നെയായിരിക്കും. കാരണം ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഇത് 40 ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടെയും എത്ര തന്നെ വരണം, 40 ഡിഗ്രി തന്നെ വരണം. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നല്ലോണം ശ്രദ്ധിച്ചോ. യെസ്, എം എഴുതിയ പോലെ തന്നെയുള്ള ചോദ്യമാണ്. പക്ഷെ ഇവിടെ എനിക്ക് 2 ആംഗിൾസുകൾ കണ്ടുപിടിക്കണം. ഒന്നിതാ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ, അയാളെയും ഇവിടെ ഒരു കുഞ്ഞ് ആംഗിൾ ഉണ്ട്, അവനെയും എനിക്ക് കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ ആംഗിൾ ഞാൻ പറയാം, രണ്ടാമത്തെ ആംഗിൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഒരു ഹോംവർക്ക് ആയിട്ട് ഏറ്റെടുത്ത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നോക്കടാ, ഇവിടെ എം എന്ന് എഴുതിയതിനെ ഞാൻ നടുവിലൂടെ ഒരു ലൈൻ കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ കട്ട് ചെയ്ത ലൈനും ആദ്യത്തെ എമ്മിന്റെ ലൈനും പാരലൽ ആണ്, സമാന്തരമാണ്. അതിനെ മറ്റൊരു ലൈൻ ഇങ്ങനെ മുറിച്ച് കടക്കുമ്പോ അവിടെ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റീവ് ആംഗിൾ ആണ് ഇവർ 2 പേരും. മറുഭാഗങ്ങളിൽ ഈ ലൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആംഗിൾ ആണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾ. സോ ഒരു പാരലൽ ലൈനിനെ സംബന്ധിച്ച് ഓൾട്ടർനേറ്റീവ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ആംഗിൾ എത്ര തന്നെ വരും? ഇത് 40 ആണെങ്കിൽ ഓഫ് കോഴ്സ് ഈ ആംഗിളും 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമതായിട്ട് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ എത്രയാണെന്നുള്ളത് നിങ്ങൾ പറയൂലേ. അപ്പൊ എന്തായാലും കമന്റ് ബോക്സിൽ ഓടി വന്ന് ഇതിന്റെ ആൻസർ പറയാം. ഞാൻ എന്തായാലും നിങ്ങൾ ആരൊക്കെ കമന്റ് പറഞ്ഞിട്ടുണ്ട്, ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ ഇനിയും അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.